ഇതിലേറ്റവും ചെറിയ ഭിന്നം ഏത് എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ആദ്യം 6 × 5 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 30 എന്ന് ഉത്തരം കിട്ടുന്നു. പിന്നീട് 7 × 5 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 28 എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ 30 ആണോ 28 ആണോ വലുത്? 30. അപ്പോൾ 28 ആണ് ചെറിയ സംഖ്യ. അപ്പോൾ ഈ 6/7, 4/5 ഈ രണ്ട് ഭിന്നസംഖ്യകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ സംഖ്യയായിട്ട് പരിഗണിക്കുന്നത് 4/5നെയാണ്. അപ്പോൾ ഇത് ചെറിയ സംഖ്യയല്ല. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യുന്നു. ശേഷം 4/5ഉം 2/3യും എടുക്കുന്നു. ശേഷം 4 × 3 12 കിട്ടുന്നു. 5 × 2 10 കിട്ടുന്നു. അപ്പോൾ ഇതിലേതാണ് ചെറുത്? 2/3 ആണ് ചെറുത്. കാരണം നമുക്ക് 10 കിട്ടി, 12 വലുത്. അപ്പോൾ നമുക്ക് 4/5നെ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏതാണ് ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളത്? 2/3. ഇനി 2/3യും ബാക്കിയുള്ള ഈ 3/4ഉം താഴേക്കെടുക്കുന്നു. ഇനി ഇതിലേതാണ് ചെറുതെന്ന് നോക്കണം. 2 × 4 8 ആണ്. 3 × 3 9 ആണ്. അപ്പം ചെറിയ വില 8 ആയതിനാൽ 2/3 ആണ് ഈ ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത്. വലുത് കാണാനും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഏറ്റവും വലുത് കാണാനും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അതായത് ചെറുത് ഏതാണോ വലുത് കിട്ടിയത് അതിനെ ക്യാൻസൽ ചെയ്യാണ് നമ്മൾ ചെയ്തത്. അതിന് പകരം ഏതാണോ വലുത് കിട്ടിയത് അതിനെ നിലനിർത്തിയാൽ മതി. ചെറുത് കിട്ടിയതിനെ ക്യാൻസൽ ചെയ്താൽ മതി. അതായത് ഇവിടെ ഈ 12നെ നിലനിർത്തുക, അതുപോലെ 3/4നെ നിലനിർത്തുക, അതുപോലെ 6/7നെ നിലനിർത്തുക. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടും. ഏറ്റവും വലുത് ഏതാണ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. 1/3ക്കും 1/2ക്കും ഇടയിലുള്ള സംഖ്യ ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1/3, പിന്നീട് ഈ 1/4 താഴേക്കിറക്കുന്നു. 1 × 4 4, 1 × 3 3. അപ്പം ഈ 1/4 എന്ന് പറയുന്നത് 1/3യേക്കാൾ ചെറുതാണ്. അതായത് ഇവിടെയാണ് വരുന്നത്. 1/3ക്കും 1/2ക്കും ഇടയിൽ അല്ല. അപ്പോൾ ഈ 1/4 ക്യാൻസൽ ആകുന്നു. അടുത്തത് 1/3യും 2/5ഉം എടുക്കുന്നു. 5 × 1 5, 3 × 2 6. അപ്പോൾ 2/5 എന്ന് പറയുന്നത് 1/3യേക്കാൾ വലുതാണ്. ഈ ഭാഗത്തല്ല വരുന്നത്, മറിച്ച് ഈ ഭാഗത്താണ് വരുന്നത്. പക്ഷേ ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ 1/2ക്കും ശേഷമാണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2യും 2/5ഉം എടുക്കുന്നു. 5 × 1 5, 2 × 2 4. അപ്പോൾ 2/5 എന്ന് പറയുന്നത് 4, അതായത് ചെറുതാണ്. 1/2യേക്കാൾ ചെറുതാണ് 2/5. അപ്പോൾ എവിടെ ഇരുന്നു? 2/5 എന്ന് പറയുന്നത് ഇവിടെയാണ്. 1/3ക്ക് ശേഷവുമാണ്, കൂടാതെ 1/2ൻ്റെ താഴെയുള്ള സംഖ്യ കൂടിയാണ്. അപ്പം നമ്മുടെ ഉത്തരം 2/5 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 1നെ 2 ഭാഗങ്ങളാക്കി, ഒരു മിഠായിയെ 2 ഭാഗമാക്കി. അതുപോലെ ഒരു മിഠായിയെ 5 ഭാഗങ്ങളാക്കി, ഒരു മിഠായിയെ 7 ഭാഗം, ഒരു മിഠായിയെ 9 ഭാഗങ്ങളാക്കി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഒരു മിഠായിയെ 9 ഭാഗങ്ങളാക്കിയാൽ അതാണല്ലോ ഏറ്റവും ചെറിയ ഭാഗം. 9 ഭാഗങ്ങളാക്കുമ്പോൾ ആ 9ൽ 1 എന്ന് പറയുന്നത് അത്രയും ചെറിയ ഒരു പാർട്ടായിരിക്കും. അപ്പം ഈ ഭിന്നമാണ് ഏറ്റവും ചെറിയ ഭിന്നം. അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? 1/2. 1/2 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ഭിന്നം. നമുക്ക് പഴയ രീതിയിൽ കൂടിയും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. അതായത് ഇത് ഒരു റൂൾ പ്രകാരം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അംശങ്ങളെല്ലാം തുല്യമാണ്. അംശങ്ങളെല്ലാം 1 വരാം, 2 വരാം, 3 വരാം. ഈ അംശങ്ങളെല്ലാം തുല്യമായാൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഈ ഛേദത്തിൽ ചെറുത് വരുന്നതാണ്. ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഛേദത്തിൽ
വലുത് വരുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ഈ മിഠായിയെ ഭാഗങ്ങളാക്കുന്ന ഈ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് 2/5, 2/7, 2/9, 2 മിഠായിയെ 5 ഭാഗങ്ങളാക്കുന്നു, 2 മിഠായിയെ 7 ഭാഗങ്ങളാക്കുന്നു, പിന്നെ 9 ഭാഗങ്ങളാക്കുന്നു. 2 മിഠായി 9 ഭാഗങ്ങളാക്കുമ്പോഴാണല്ലോ ഏറ്റവും ചെറിയ കഷ്ണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഈ ഭിന്നസംഖ്യകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സാധാരണ ഭിന്നാണ്. അതായത് സാധാരണക്കാർ പറയുന്ന പോലെ 7ൽ 6 ഭാഗം, 5ൽ 4 ഭാഗം, മുകളിലെ ചെറിയ സംഖ്യ ആയിരിക്കും വരുന്നത്. അതായത് അംശത്തിൽ ചെറിയ സംഖ്യ ആയിരിക്കും വരുന്നത്. അപ്പം ഇതിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഈ ഛേദത്തിൽ ചെറുത് വരുന്നതാണ്. വലിയ സംഖ്യ എന്ന് പറയുന്നത് ഛേദത്തിൽ വലുത് വരുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 6ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 1ആണ്, 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 1ആണ്. അങ്ങനെ വ്യത്യാസങ്ങളെല്ലാം തുല്യമായാൽ, ഇനിയിപ്പോൾ 2ആവാം 3ആവാം, എല്ലാം 2ആവാം എല്ലാം 3ആവാം വ്യത്യാസം, ഇങ്ങനെ വ്യത്യാസങ്ങളെല്ലാം തുല്യമായാൽ ഈ ഛേദത്തിലുള്ള ചെറിയ സംഖ്യ ഉള്ളത് ഭിന്നസംഖ്യയാണ് ചെറിയ ഭിന്നസംഖ്യ, വലിയ ഛേദമുള്ളതാണ് വലിയ ഭിന്നസംഖ്യ. ഇതിപ്പോൾ സാധാരണ ഭിന്നത്തിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വിഷമ ഭിന്നം എടുക്കുകയാണെങ്കിൽ, അതായത് മുകളിൽ വലുതും താഴെ ചെറുതാണ് വരുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. താഴെ ചെറിയ സംഖ്യ ഉള്ളതായിരിക്കും വലിയ ഭിന്നസംഖ്യ, താഴെ വലിയ സംഖ്യ ഉള്ളതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. അപ്പം ഈ രീതിയിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. അതുകൊണ്ടാണ് ഈ രീതി പറയുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ചെയ്താലും നമുക്കിതിൽ ഏതാണ് വലുത് ചെറുത് എന്ന് കണ്ടെത്താൻ കഴിയും. മൂന്നിൽ 5 ഭാഗമാണോ, 3ൽ 6 ഭാഗമാണോ, 13ൽ 4 ഭാഗമാണോ ഏറ്റവും വലുത്? 13ൽ 6 ഭാഗമായിരിക്കും അല്ലേ. 13 മിഠായികളിൽ 6 മിഠായി ആയിരിക്കും ഏറ്റവും വലുത്. 13 മിഠായികളിൽ 4 മിഠായി ആയിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ ചെറിയ ഭിന്നം വലിയ ഭിന്നം. അതുപോലെ തന്നെ 2/5, 7/9, 1/5 ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തുക, ഹരിച്ചുത്തരം കണ്ടെത്തുക. അതിൽ ചെറുത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നം, വലുതേതാണോ അതായിരിക്കും വലിയ ഭിന്നം. അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് ഭിന്നസംഖ്യ തന്നാലും വലുതേത് ചെറുതേത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും. പക്ഷേ ഇത് ഈസി ആക്കാൻ പറ്റുന്ന മറ്റ് ചില രീതികളാണിത്. രീതികളൊന്നും ഓർമ്മയില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതി ചെയ്താൽ മതിയാവും.